ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ഡേ എന്ന് വെച്ചാൽ നല്ല വെയിലൊക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു പോസിറ്റീവ് വൈബ് തരുന്ന, നമ്മൾ എന്താ പറയുക, മനസ്സിൽ എന്തെങ്കിലും ഗ്ലൂമി ആയിട്ടുള്ള ചിന്തകളോ അങ്ങനെ ഒരു മൂഡി ആയിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി നമ്മളൊന്ന് ഹാപ്പി ആക്കുന്ന തരത്തിലുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന്. എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ ഇന്ന് രാവിലെ തന്നെ. പിന്നെ 10-10:30 ആയിട്ടുണ്ട്. ആക്ച്വലി വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ഇത്രയും നേരമായിട്ട് ഓഫീസിലൊന്നും പോയിട്ടില്ല. ഞാനിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ പോവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ നാളായില്ലേ നമ്മളിങ്ങനെ 9 hours വർക്ക്. 9 hours എന്ന് പറയുമ്പോൾ 8 ഹവറും പിന്നെ 1 മണിക്കൂർ ബ്രേക്കുമാണ്. പിന്നെ 3 മണിക്കൂർ 4 മണിക്കൂറോളം യാത്ര. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ഷീണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടെ എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളോട് തന്നെ കുറച്ച് കൈൻഡ് ആവണ്ടേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ ആലോചിച്ചിട്ട് നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്യായിരുന്നു ഇത്രയും നാൾ. ഓക്കെ, അപ്പം ഞാൻ നെഗറ്റീവും പോസിറ്റീവും എല്ലാം നോക്കും. പോസിറ്റീവ്സാണ് ഓഫ് കോഴ്സ് കൂടുതലുള്ളത്. അങ്ങനെ നമുക്ക് ഈ മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. ജോലി എന്തായാലും വേണം, പക്ഷേ ഡെയിലി പോക്കുവരവും എല്ലാം കൂടി കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെയുള്ള ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് സമയം പുറത്തുകൂടിയൊക്കെ നടന്ന് പുറത്തുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പിന്നെ റെഡിയായി പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് ചെയ്ത് കൊണ്ടുവച്ച സാധനങ്ങളാണ്. വീട്ടിലേക്ക് വാങ്ങിച്ച കുറേ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഓൺലൈനായിട്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി വന്നിട്ട് ഒരു വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഈ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എന്തായാലും ഞാൻ അവിടെ നമ്മുടെ ടീം മാനേജറോടൊക്കെ സംസാരിക്കാൻ വേണ്ടി വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ റിസൈൻ എന്നുള്ളൊരു പ്ലാനുമായിട്ട് ചെന്നതാണ്. അങ്ങനെ ചെന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ വർക്ക് ഫ്രം ഹോം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹാപ്പി ആയിട്ട് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഓഫീസിലെല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് എല്ലാവരെയും കണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് തിരിച്ചു വന്നു. പിന്നെ വരുന്ന വഴിക്ക് ATM കയറിയിട്ട് ക്യാഷൊക്കെ എടുത്തു. അപ്പം നമ്മുടെ സാലറി വരുന്ന അക്കൗണ്ടിലാണ് GPay ഉള്ളതെന്നുണ്ടെങ്കിൽ ആ പൈസ എങ്ങനെയാണ് പോകുന്നതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് സാലറി കയറി കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ അലോക്കേഷൻ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നടത്തും, ഓരോന്നിനും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ അതിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഞാൻ എടുത്തിട്ട് എൻ്റെ അല്ലാത്ത സേവിങ്സ് ഉണ്ടാവുമല്ലോ, ആ സേവിങ്സിലേക്ക് മാറ്റും. നമ്മൾ GPay ഒന്നും ഇല്ലാത്ത അക്കൗണ്ടിലേക്ക് മാറ്റും കേട്ടോ. പിന്നെ ഓരോരോ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് അലോക്കേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ലോങ് ടേം ഡെപ്പോസിറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതിലോട്ടൊക്കെ ഞാൻ ചേഞ്ച് ചെയ്യൽ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലാപ്പ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. പിന്നെ വർക്ക് ഫ്രം ഹോമിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അത് ഞാൻ കമ്മിങ് വീഡിയോസിലൊക്കെ കാണിക്കാം. സെറ്റായി വരട്ടെ കേട്ടോ. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. അപ്പോൾ ഇന്ന് ഫിസൂന് പോകണം. ഫിസു 2-3 ദിവസമൊക്കെ ആയിട്ട് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഫിസൂന് രാവിലെ 7:30 പോകണം, ഇക്കാക്ക് പോകണം, എനിക്ക് പോകണ്ട. എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ന് ഒരു 9:30 കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയും സമയം ലാഭമല്ലേ. അപ്പം ഞാൻ 7 മണി വരെയൊക്കെ ഞാൻ രാവിലെ ഇങ്ങനെ കുറച്ച് റിലാക്സ് ആയിട്ട് മോർണിംഗൊക്കെ എൻജോയ് ചെയ്ത് അങ്ങനെയാണ് ഇരുന്നത്. 7 മണിയായപ്പം എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നൊക്കെ നോക്കിയിട്ട് ഞാൻ ഓടി കിച്ചണിൽ വന്ന് ഒരു ക്വിക്കായിട്ടൊന്ന് പ്ലാൻ ചെയ്യാണ്. അപ്പം ഞാൻ അവിടെ ടൈമർ വെച്ചിട്ടുണ്ട്. എനിക്ക് അരമണിക്കൂറിൽ എത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഒട്ടും പ്ലാൻഡ് അല്ലാത്തതുകൊണ്ട് കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പുമാവ് ഉണ്ടാക്കണം. ഫിസോന് പാൻ കേക്ക് വേണമെന്ന് പറയുന്നുണ്ട്. പാൻ കേക്ക്, പിന്നെന്താ ഫിസോന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെന്തായിരുന്നു, പിന്നെ ഓൻ്റെ സ്നാക്കും കാര്യങ്ങളും പാക്ക് ചെയ്യാനും പിന്നെ റെഡി ആവാൻ വേണ്ടി ഓനൊന്ന് ഹെൽപ്പ് ചെയ്യാനുമാണ് ഉള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ യൂഷ്വലി ഈ സമയത്തെന്ന് വെച്ചാൽ ഞാൻ റെഡി ആവുകയാണ് ചെയ്യൽ ഓഫീസിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഇന്ന് അതാണ്ടില്ലേ അരമണിക്കൂർ മീൻസ് ടൈമർ വെച്ചതിൽ ഇനി 26 മിനിറ്റാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഓപ്പണാക്കി വെച്ചതാണ് കേട്ടോ ടൈമർ. ഇതെല്ലാം കൂടി ചെയ്യാൻ എത്ര സമയം എടുക്കും എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ ഉള്ളി കട്ട് ചെയ്യുന്നത്. അത് ചൂടാകുന്ന സമയം കൊണ്ട് ഉള്ളിയല്ല ഉള്ളി എടുക്കാൻ ഞാൻ മറന്നു ഏതാണെന്ന് തോന്നുന്നു. ഞാൻ ബീൻസൊക്കെ കട്ട് ചെയ്യുന്നു. ബീൻസ് ഒന്ന് ചൂടാകുമ്പോഴേക്ക് ക്യാരറ്റ് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഇങ്ങനെ ഓരോ ഓർഡറായിട്ട് ചെയ്യാം. നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലേന്നേ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളതൊന്നും ചെയ്യാതെ കുറേ നേരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഓരോന്ന് ആലോചിച്ചൊക്കെ ചെയ്യുമ്പോഴേക്ക് കുറേ ലേറ്റ് ആവുമല്ലോ. അപ്പോൾ നമ്മൾ എണീക്കുമ്പോൾ തന്നെ
അല്ലെ ആ ഒരു ഫസ്റ്റ് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മളെ ബോഡി അത് ഫാസ്റ്റായിട്ട് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ ബ്രെയിനും നമ്മുടെ ശരീരവും കൂടി കോർഡിനേറ്റ് ചെയ്താലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക. അപ്പോൾ എന്തായാലും എനിക്ക് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ പ്ലാൻ ചെയ്തുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ പത്തിരി ഉണ്ടാക്കാൻ നിന്നാൽ എന്തായാലും എൻ്റെ പണി കഴിയില്ല. പിന്നെ എനിക്ക് ആ പത്തിരി ഉണ്ടാക്കണമെങ്കിൽ ഒരാളും കൂടെ വേണ്ടി വരും. കാരണം ഞാൻ പത്തിരിക്ക് വാട്ടി വെച്ചിട്ട് വേറൊരു പണിയെടുക്കുമ്പോൾ അത് ഇക്ക കുഴച്ച് പരത്തി അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്യൽ. അപ്പോൾ അതിന് നമ്മളൊരാളെ കാത്തിക്കണം, പിന്നെ കുറേ സമയം പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ നമുക്കിപ്പം ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കിയപ്പോൾ എനിക്ക് ഉപ്മാവ് പെട്ടെന്ന് റെഡിയാക്കാൻ തോന്നി. അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലതുമാണല്ലോ. അപ്പോൾ കുറച്ച് ക്യാരറ്റും എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ക്യാരറ്റും ബീൻസൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഉപ്മാവ് റെഡിയാക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് പ്രീ പ്രപ്പും കാര്യങ്ങളൊന്നും ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. എനിക്കതിനൊന്നും സമയം കിട്ടാറുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഉപ്മാവ് റെഡിയാക്കുകയാണ്. അപ്പോൾ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ, എന്തെങ്കിലും ടിപ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യുക. കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ലൈക്ക് നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ തന്നെ പ്രോപ്പറായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് അതിൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ വീട്ടിൽ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ വർക്ക് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ കുറച്ച് ബേസിക് കാര്യങ്ങൾ എനിക്ക് അറിയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്സൊക്കെ പറയാനുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുൾ ടൈം വർക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ വേറൊരു കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മുന്നേ ട്യൂഷനൊക്കെ വീട്ടിൽ നിന്ന് ചെയ്തെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിനല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഇത്രയും സമയവും വരുന്നുണ്ടല്ലോ. എന്തായാലും നമുക്ക് മാക്സിമം അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കാം. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി രസമല്ലേ നമുക്ക് വീഡിയോ ഒക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ. പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയം കിട്ടും, 3 മണിക്കൂർ അധികം കിട്ടും. അപ്പോൾ നമ്മൾ ഈ ജോലിക്ക് എന്ന് പറയുമ്പോൾ അവിടെ പോകുന്നതും വരുന്നതും പിന്നെ ഉച്ചയ്ക്കൊരു ബ്രേക്ക് കിട്ടുന്നതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ഉപ്മാവ് റെഡിയായി. ഞാൻ ഉപ്മാവിൻ്റെ നമ്മൾ അവിടെ തന്നെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ അടുത്ത കുക്കിങ്ങിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അത് അടച്ചു വെക്കാനായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തയിലേക്ക് പോകും. അതല്ലാതെ എല്ലാം കൂടി വാരി വലിച്ച് ചെയ്യുമ്പോൾ നമുക്കൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇന്ന് മുതലാണ് ആക്ച്വലി എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് പിന്നെയെന്ന് വെച്ചാൽ കുറച്ച് ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും 9:30 ഒക്കെ ആകുമ്പോഴാണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. പക്ഷേ ആക്ച്വലി ഇന്ന് സെർവർ ഡൗൺ ആയത് കാരണം എനിക്ക് പണിയെടുക്കേണ്ടി വന്നിട്ടില്ലാത്തൊരു ഡേ ആണ് കേട്ടോ. അപ്പോൾ ഉപ്മാവ് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റുകയാണ്. ഇവിടെ പാൻ കേക്കിനുള്ള ചട്ടി വെക്കുകയാണ്, ചട്ടിയല്ല പാൻ വെക്കുകയാണ് കേട്ടോ. ഫിസോന് നല്ല ഇഷ്ടമാണ് പാൻ കേക്ക്. അപ്പോൾ പിന്നെ എന്തായാലും ഇത്രയും ലേറ്റായി, അപ്പം പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കുകയാണ്. പിന്നെ ഫിസോ ഈ സമയമായപ്പോഴേക്ക് ഞാൻ ഓനെ വിളിക്കുന്നത് തന്നെ 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഓന് ഓടിപ്പോയി ബ്രഷ് ചെയ്യുകയും കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് 7:15 ആകുമ്പോഴേക്ക് ഓൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഡ്രസ്സൊക്കെ മാറ്റുന്ന ആ ഒരു സമയമുണ്ടല്ലോ, ആ സമയത്ത് വാരി കൊടുക്കേണ്ടി വരും. കാരണം ഞാൻ അത്രയും ലേറ്റ് അല്ലേ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് വിളമ്പി കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ രാവിലത്തെ ഫുഡൊക്കെ മര്യാദക്ക് ഒന്ന് കഴിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ വാരി കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ശീലമാക്കി കഴിഞ്ഞാൽ വലുതാവുമ്പോൾ നമ്മളങ്ങനെ ബുദ്ധിമുട്ടാവും, രാവിലെ കഴിക്കാതെയൊക്കെ പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആക്കി കുറച്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വാരി കൊടുത്തു പോകുന്നതാണ്. അല്ലെ പിന്നെ അത്രയും നേരത്തെ ഓനും കുറച്ച് നേരത്തെയൊക്കെ എണീക്കുകയാണെങ്കിലാണ് നമുക്ക് ഒറ്റയ്ക്ക് കഴിപ്പിക്കാനൊക്കെ ഉള്ള കുറച്ച് സമയമൊക്കെ കിട്ടുള്ളൂ. എന്താണേലും ഈസി ആയിട്ട് ഓന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ ഓൻ നന്നായിട്ട് കഴിക്കും രാവിലെ. അപ്പം ഞാൻ പിന്നെ പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പാൻ കേക്കൊക്കെ ആണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ കഴിക്കുള്ളൂ കേട്ടോ, രാവിലെ തന്നെ അല്ലേ. അപ്പോൾ ഒരുപാടൊന്നും കഴിക്കാൻ അങ്ങനെ ആവില്ല രാവിലെ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ പാൻ കേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തു, 2 എണ്ണം അങ്ങോട്ട് മിക്സ് ആയിപ്പോയി. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മറിച്ചിടുക കേട്ടോ ചെയ്തത്. അപ്പോൾ ഒന്നുകൂടി ഇരുന്ന് കളറൊന്ന് ചേഞ്ച് ആയതിന് ശേഷം മറിച്ചാൽ മതിയായിരുന്നു. ഞാനിതിലിപ്പോൾ ഒരു മുട്ട, കുറച്ച് ഷുഗർ, കുറച്ച് മൈദപ്പൊടി, പിന്നെ ഒരു ഏലക്ക, ഒരു നുള്ളുപ്പ്, അത്രയും കാര്യങ്ങളാണ് ഇട്ടത്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ എന്തെങ്കിലും അതും ആഡ് ചെയ്യാം കേട്ടോ, കുറച്ചും കൂടി സ്മൂത്തായിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ ഒരു ചട്ടിയിലേക്ക് തന്നെ ഞാൻ ഓംലെറ്റും കൂടിയും റെഡിയാക്കുകയാണ്. പിന്നെ ഫിസോന് ചോറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെയാണ് ഫിസു കഴിക്കാറുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ സൈഡായിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ ഉച്ചക്കത്തെ ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ടാണ്
എഗ്ഗ് കൊടുക്കുന്നത്. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാന്ന് വെച്ചാൽ ഫിസുവിന് ചോറ് കൊണ്ടുപോകാൻ തീരെ ഇഷ്ടമില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ ഐറ്റം ആണെങ്കിലാണ് കൊണ്ടുപോകലുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഉപ്മാവൊക്കെ അല്ലേ, ഉപ്മാവൊന്നും ഫിസുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എന്തായാലും ഞാൻ കൊടുത്തയക്കാറില്ല കേട്ടോ. അപ്പോൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. നമുക്കിനി ഇതാവുന്ന സമയം കൊണ്ട്, അതായത് ഈ ഒരു എഗ്ഗ് റെഡിയാവുന്ന സമയം കൊണ്ട് ഞാൻ അവൻ്റെ സ്നാക്ക് പാക്ക് ചെയ്യണം. സ്നാക്കായിട്ട് ഇപ്പം ഇന്ന് കൊടുക്കുന്നത് ഒരു ആപ്പിളാണ്. കുറച്ച് വലിയ ആപ്പിളായിരുന്നു. അപ്പം എന്നാലും വേണ്ടിയില്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങ് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കുട്ടികളുടെ ബാഗ് അല്ലെങ്കിൽ ടിഫിൻ പാക്ക് ചെയ്യുമ്പോൾ എത്ര കൊടുത്താലും നമുക്ക് എന്താ കുറഞ്ഞു പോയോ എന്നുള്ളൊരു തോന്നലല്ലേ ഉണ്ടാവുക. ഫിസു ആണെങ്കിൽ എപ്പം പരാതിയാണ്, ഞാൻ കുറേ വെക്കും, ക്വാണ്ടിറ്റി കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പരാതിയാണ്. പക്ഷേ എന്തെങ്കിലും ആക്കിയിട്ട് നമ്മളിപ്പോൾ അത്രയും ഉമ്മ തന്നു വിട്ടതാണല്ലോ എന്നുള്ള രീതിയിൽ കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ എന്താ, ഫിസുവിൻ്റെ നമ്മൾ രാവിലെ പ്ലാൻ ചെയ്തതിൽ ഉപ്പുമാവായി, പിന്നെ സ്നാക്ക് പാക്ക് ചെയ്തു, അവൻ്റെ പാൻ കേക്കായി, അതുപോലെ എഗ്ഗുമായി. അത്രയും കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ ഒന്ന് ബാഗിലേക്ക് പാക്ക് ചെയ്യാനും ഇനി 10 മിനിറ്റ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അരമണിക്കൂറിൽ 20 മിനിറ്റാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടായത്. പിന്നെ ഞാൻ എന്താ ഫിസുവിൻ്റെ യൂണിഫോമും അതുപോലെ ടാഗും ബെൽറ്റും കാര്യങ്ങളൊക്കെ ഒരു ഇതിൽ നമ്മളെ ഈ മീഷോ ഓർഗനൈസർ ഇല്ലേ, അതിൻ്റെ ഒരു ഡ്രോവറിലാണ് വെച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നാട് മൊത്തം തപ്പി നടക്കണ്ടല്ലോ. ആ ഒരു ഗ്രീൻ കളറുള്ള ആ ഒരു ഡ്രോവറിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ മടക്കി വെക്കാനൊക്കെ ആണെങ്കിലും ഫിസുവിന് അത് മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഓന് മാറ്റുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ആ ഫുഡൊക്കെ ഓന് വാരി കൊടുത്തു. അങ്ങനെ ഫുഡും കഴിച്ച് കറക്റ്റ് 7:30 ആയപ്പോൾ അതേ ഹഗ്ഗും കിസ്സൊക്കെ തന്നിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഫിസുവൊക്കെ പോയി. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് സമാധാനമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ തിരക്കിട്ട് പോകണ്ട, സമാധാനത്തിൽ 9:30 വർക്ക് ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരിതാണ്. അപ്പോൾ ഫിസുവിൻ്റെ റൂമൊക്കെ ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് തുറന്നു കേട്ടോ. പിന്നെ ഇനി ഇങ്ങോട്ട് വരണ്ടല്ലോ. അപ്പോൾ ഓനെ റെഡിയായി ആ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഓൻ്റെ ബെഡ് വന്ന് നന്നാക്കിയിടും. ആ റൂമിൽ വിൻഡോയും അങ്ങ് ഓപ്പൺ ആക്കിയിടലാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് അടുത്ത വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതൊക്കെയാണ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.